പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടെ നിന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടി ഞാൻ കിട്ടിയായിരുന്നു. വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും ജഗുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്. കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നെ രസം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതാണ് അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങളെന്ന് കൊണ്ട് 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യം വെച്ചാൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ. നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാ എൻ്റെ അർത്ഥമേ. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി
യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അവൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശാരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മനസ്സുകൊണ്ട് ഈശോവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതി സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തുനാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല. അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത് എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നു, കറക്റ്റായിട്ട് കൈന്ന് മാറും.
അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. വചനം കേൾക്കുമ്പോഴാണ് ദൈവം നമ്മളേക്ക് പ്രവർത്തിക്കുന്നത്. വചനം അയച്ചുകൊണ്ടാണ് നമുക്ക് സൗഖ്യം തരുന്നത്. അപ്പോൾ വചനം കേൾക്കാനുള്ള ഒരു അവസരം ലഭിച്ചാൽ അതങ്ങോട്ട് സ്വീകരിച്ച് വാങ്ങിച്ചോളണം. ഈ അരമണിക്കൂർ നമ്മളെ വേറെ കാര്യം ചെയ്ത് നമ്മൾ ഒന്നും ലാഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ വചനം കേൾക്കുന്ന സമയത്താണ് ദൈവം നമ്മളെ തൊടുക. ദൈവം വചനമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ചിലപ്പം മടുക്കും, എന്താ ഇത്. നിങ്ങൾ ആ വചനത്തെ മാത്രം ശ്രദ്ധിക്കുക. അത് ദൈവം നമ്മളെ സ്പർശിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ സ്റ്റേറ്റസ് എന്താണ്, സ്റ്റേറ്റ് എന്താണ്, ഞാൻ സന്തോഷത്തിലാണ് അല്ല സങ്കടത്തിലാണ്. എന്തെങ്കിലും കാര്യം നമ്മളെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അകന്നുകൊണ്ടിരിക്കുക, ദൈവം എന്നെ തൊടാനുള്ള ഇല്ല, ദൈവം പ്രവൃത്തിയിലിരുന്ന് ഞാൻ അകന്നുകൊണ്ടിരിക്കുക. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ ഭയം വരും. വിശ്വാസത്തിനെതിരെ ഉള്ളതാണ് ഭയം. അപ്പോൾ ഭയം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പോവും. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മ അനുവദിച്ചു കൊടുക്കാത്ത ഞമ്മ തന്നെയാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മ അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭയം വരുമ്പോൾ എല്ലാം വചനത്തിൽ വിശ്വസിക്കണം, ഓർക്കണം, വാഗ്ദാനത്തിൽ ഓർക്കണം. ഉടമ്പടിയിലുള്ളവർ ഉടമ്പടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഉടമ്പടി വഴി നമുക്ക് കിട്ടുന്നത് വാഗ്ദാനങ്ങളാണ് നിറവേറുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിലേക്ക് നിറവേറുക. വാഗ്ദാനം നമുക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ എബ്രിയ 4:2 വാഗ്ദാനത്തിൽ വിശ്വസിക്കണം, കാത്തിരിക്കണം. എബ്രിയ 5:16 അത് അബ്രഹാമിന് വാഗ്ദാനങ്ങൾ ലഭിച്ചതിൻ്റെ കാര്യം അബ്രഹാം കാത്തിരുന്നു. അപ്പോൾ വിശ്വാസം വേണം, കാത്തിരിപ്പും വേണം. പ്രൈസ് ദി ലോർഡ്. അത് കാത്തിരിക്കാത്തവരാണ് ഈ പേടിക്കുന്നത്, വിഷമിക്കുന്നത്, ഉത്കണ്ഠ, വേറെ ഏതെങ്കിലും മാർഗം നോക്കും. നമ്മളെ സ്വന്തം ബലത്തിൽ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പലവരിക്കും പിശാച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തെ കണ്ട് നമുക്ക് പേടിയുണ്ടാകും. ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്, ജോലി ചെയ്യണ സ്ഥലത്ത് പേടിയാണ്, അയൽക്കാരെ കണ്ടാൽ പേടിയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുക, വീട്ടിൽ സ്വന്തം നമ്മളെ ബന്ധുക്കളെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്, ജോലി ചെയ്യാൻ പേടിയാണ്, പരീക്ഷ എഴുതാൻ പേടി. പ്രൈസ് ദി ലോർഡ്. അത് നിയമവർത്തനം 28:9-10 ദൈവം വാഗ്ദാനം പറയുകയാണ്. ഞാൻ പറയുന്നത് നീ ചെയ്താൽ, അതാണ് ഉടമ്പടി. അവൻ പറയുന്നത് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ചെയ്താൽ നീ എൻ്റെ സ്വന്തമാകും. ഉടമ്പടിയിൽ ദൈവം ചെയ്യുന്നത് സ്വന്തമാക്കിയ. അപ്പോൾ ലോകം നിന്നെ കണ്ട് പേടിക്കും. നീ ലോകത്തെ കണ്ട് പേടിക്കേണ്ട, ലോകം നിന്നെ കണ്ട് പേടിക്കും. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ കാണുമ്പോൾ തന്നെ നിനക്ക് പിന്നെ പേടി ഉണ്ടാകില്ല. ലോകത്തിനാണ് നിന്നെ കാണുമ്പോൾ പേടി. പേടിയുള്ളവരെല്ലാം ആ ഒരു ബോധ്യം വേണം, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? അവൻ പറയുന്നത് ചെയ്യണം, ദൈവം പറയുന്നത് ചെയ്യണം. അത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുമോ? അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അത് ദൈവം തന്നെ സഹായിക്കണം, അതിന് കൃപ വേണം.
അപ്പോൾ അത് നമുക്ക് ചെറിയ വിഷയം അതിലേക്ക് ധ്യാനിക്കാം. പിന്നെ പലവരിക്കുമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിച്ചില്ല, അപ്പോൾ പേടിയാവും, സങ്കടമായി. അപ്പോൾ തോന്നും ദൈവം ഉണ്ടായില്ല, ദൈവത്തെ കാണുന്നില്ലല്ലോ. ഇതെല്ലാം ഈശോ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുരിശിൽ വെച്ച് ഈശോ ഒരു വാക്ക് പറയുന്നുണ്ട്, അപ്പാ പിതാവേ, അപ്പാ നീ എവിടെ പോയി, നിന്നെ കാണുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഇതുപോലത്തെ ഒരു അനുഭവം നമുക്ക് തരും. അനുഭവം എന്താ? ദൈവം കാണില്ല എന്ന് വെച്ചാൽ അടയാളങ്ങൾ കാണാതെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചില സമയത്ത് നമുക്കങ്ങനെ തോന്നും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഒരു അടയാളമില്ല, എല്ലാം പ്രതികൂലമായിട്ടാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം കാണില്ല, ദൈവം മറഞ്ഞു നിൽക്കും, ദൈവം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ കണ്ണിൽ കാണാത്ത അനുഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഈശോ എന്താ ചെയ്ത? കുരിശിൽ വെച്ച് എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് ഞാൻ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെയ്യേണ്ടത്, ദൈവം നമുക്ക് കണ്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം ലഭിച്ചില്ല, നമ്മൾ എന്താണ് ആഗ്രഹിച്ചതോ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല, ദൈവത്തെ കണ്ടില്ല, അനുഭവം കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ കണ്ടില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ചെയ്യേണ്ടത് സമർപ്പിക്കുക. ഞാൻ എന്നെ തന്നെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമർപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം ചെയ്യേണ്ടത് മുട്ടിപ്പേ നിന്നോളണം. ചില കാര്യങ്ങൾ വലിയ ദുരിതമാണ്, ഉത്കണ്ഠയാണ്, പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവ് ലഭിച്ചില്ല, വിഷയം അങ്ങനെ തന്നെ ഉണ്ട്, ഇനിയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പ്രതികൂലമായിട്ട് പോവുകയാണ്. അപ്പം മുട്ടിപ്പേ നിൽക്കണം. മുട്ടിപ്പേ നിന്ന് കഴിഞ്ഞാൽ ദൈവം എവിടെയും പോവില്ല, ദൈവം അവിടെ തന്നെ ഉണ്ട്. മുട്ടിപ്പേ നിൽക്കണം, അത് ആരാധനയാണ്. മുട്ടിപ്പേ നിന്നിട്ട് ദൈവത്തിൻ്റെ കാലിക്കേറി പിടിക്കണം. കാലിക്കേറി പിടിക്കുന്ന കാര്യ, ഞാൻ നിന്നെ വിടില്ല എന്നെ അനുഗ്രഹിക്കാതെ. അത് യാക്കോബ് ഉൽപ്പത്തി 32 നമ്മൾ കാണുമ്പോഴത്തേക്കും 32:26 നോക്കുമ്പോഴത്തേക്ക് യാക്കോബ് മൽപ്പിടുത്തം പിടിക്കും ദൈവമായിട്ട്. മൽപ്പിടുത്തം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയാണ്. നമ്മൾ മൽപ്പിടുത്തം പിടിക്കാറുണ്ട്. ദൈവമേ എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇത് നടന്നേ പറ്റൂ, ഇത് ഞാൻ വിടില്ല, എനിക്കിത് വേണം. അപ്പോൾ അത് മുട്ടിപ്പേ നിൽക്കുന്നത് തന്നെ ആരാധനയാണ്. ദൈവത്തിന് പോകാൻ സാധിക്കില്ല. അപ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്നുണ്ട്, എന്നെ വിട്, ഞാൻ ഒന്ന് പോട്ടെ. അപ്പോൾ യാക്കോബ് പറയുക, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല, മുട്ടിപ്പേ നിന്നോളണം. മുട്ടിപ്പേ നിൽക്കുക, ദൈവത്തെ കണ്ടില്ലെങ്കിൽ ഒറ്റ ടെക്നിക്ക, ഞാൻ സമർപ്പിക്കുക അങ്ങോട്ട്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. സമർപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കരുത്, ആ വിഷയത്തെക്കുറിച്ച് സങ്കടപ്പെടരുത്. ഞാൻ അങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, നീ വാഗ്ദാനം തന്നിരിക്കുക, നീ എൻ്റെ കൂടെ ഉണ്ടാവും, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ടത് നീയല്ലേ പറഞ്ഞത്, ഞാനങ്ങോട്ട് സമർപ്പിച്ചത്രേ ഉള്ളൂ. വിഷയം സമർപ്പിച്ച് എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുക. ഇനി ഞാനില്ല, എന്നിൽ ജീവിക്കുന്ന നീയാണ്. ഗലാത്യർ 2:20 എന്താ പറയണേ? ഇനി ജീവിക്കുന്ന ഞാനില്ല, എന്നിൽ നീയാ ജീവിക്കുന്നത്, ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് ആക്കിയിരിക്കുക, സമർപ്പിച്ചിരിക്കുക. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് സങ്കടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നന്ദി മാത്രം പറയുക. എന്നിട്ട് കാല് പിടിക്കാൻ പറ്റണം, ദൈവത്തെ വിടരുത്. കാല് പിടിക്കുന്നത് എങ്ങനെയാണ്? കാല് പിടിക്കുന്നത് ഈശോ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഗത്സമേനിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും, കാൽവരിയിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തോട് പറയണം, ദൈവമേ നീ എൻ്റെ ഇഷ്ടം നിറവേറ്റിയില്ല, ഞാൻ നിന്നെ വിടില്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റിച്ചിട്ട് നീ പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സാധിക്കില്ല, പോകാൻ സാധിക്കില്ല, നമ്മളെ വിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, പിടിച്ചേക്കണം കാലിലേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. അത് ആരാധന എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഇഷ്ടത്തിന്, ഈ ലോകത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളുടെ ഇഷ്ടം,
അതിന് ഒരു വാല്യൂ വയ്ക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മളുടെ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കുന്നതിൻ്റെ പേരാ വിഗ്രഹ ആരാധന. ഈ ലോകത്തിൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ആഗ്രഹം. അതിനെല്ലാം പറയുന്നത് വിഗ്രഹ ആരാധനയാണ്. അത് മാറ്റി ദൈവത്തെ ആരാധിക്കണം. ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ